നമസ്കാരം, ഞാൻ ബാസ്മി കുറ്റിച്ചിറ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കണ്ടെത്തുണ്ടാവും ഒരു പ്രതികരണം, വളരെ ശക്തമായിട്ടൊരു പ്രതികരണം. അതായത് കോഴിക്കോട് ബീച്ചിൽ ഐ ലവ് യു കോഴിക്കോട് എന്ന ആ ഫ്ലാഗിൻ്റെ അടുത്ത് ഒരു പരസ്യം, BMHൻ്റെ, അത് ബേബി മെമ്മോറിയത്തിൻ്റെ ഒരു പരസ്യം. അതിന് ശക്തമായിട്ടൊരു പ്രതികരണം, ഒരു വീഡിയോ ആണ് നമ്മളെല്ലാവരും കണ്ടത്. അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു പരസ്യ ബോർഡ് ഇവിടുന്ന് മാറ്റിയിരിക്കുന്നത് വളരെയധികം സന്തോഷം. ഇപ്പോൾ ഞാനിപ്പോൾ ബീച്ചിൽ വന്നപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിരുന്നു. ഇതിന് മുന്നേ അതിന് ഹൃദയത്തോടെ ഒരു ചേർത്ത് പിടിക്കണം എന്നല്ല, ആ ഒരു വിഷയത്തിന് ഇത് പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഇതിന് ആഗ്രഹിച്ചത്. ഇത്രയും പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റുമെന്ന് അതിയായ സന്തോഷം. നമ്മളെ മനുഷ്യന്മാർ പറഞ്ഞാൽ പ്രതികരണശേഷി വളരെ കുറഞ്ഞു വരാണ്. നമ്മൾ കണ്ടിട്ടും കാണാതെ ഇരിക്കുന്ന ഭയങ്കര തകർച്ചയിലാണ് മനുഷ്യന്മാർ പോണത്. ഇത് കണ്ടില്ലേ, പെട്ടെന്നാണ് റിസൾട്ട്, എത്ര പെട്ടെന്നാണ് റിസൾട്ട് കണ്ടത് കണ്ടില്ലേ. ഇപ്പൊ രാവിലെ ഞാൻ വന്നപ്പോ എന്ന കാഴ്ചകൾ, ഒരുപാട് ആൾക്കാരാണ് ഈ ഐ ലവ് യു കോഴിക്കോട് നിന്ന് ഇതൊരു ഫോട്ടോ എടുക്കാൻ നിന്ന്. സത്യമാണ്, നമ്മൾ എല്ലാവരും ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഓരോ സ്ഥലങ്ങളിലുള്ള ഓരോ ബോർഡുകളൊക്കെ പറഞ്ഞാൽ ഇത് ഐ ലവ് യു കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഇത് ലോകത്തിനെ കാണിച്ചു കൊടുക്കുക, നമ്മളെ നാടിനെ ലോകത്തിനെ കാണിച്ചു കൊടുക്കുക. ലവ്, സ്നേഹം. അപ്പൊ ഇതിന്റെ റിസൾട്ട് പറഞ്ഞാൽ ഇതാണ്, നമ്മൾ ശക്തമായിട്ട് എതിർപ്പ് കാണിക്കണം. എതിർപ്പ് കാണിച്ചില്ലെങ്കിൽ നമ്മളെ പരാജയമാണ്. എന്തിനും എതിർപ്പ് കാണിക്കണം എന്നല്ല, നല്ല കാര്യത്തെ ഇരു കൈയിട്ട് സ്വീകരിക്കുന്ന മലയാളികളുടെ റിസൾട്ടാണിത്. ഓക്കെ ബൈ. നമസ്കാരം. വളരെയധികം സന്തോഷമാണ്. കാരണം ഇപ്പൊ ബീച്ചിൽ വന്നപ്പോൾ ഉള്ള ഒരു കാഴ്ചയാണ്. ഇവിടെ ഒരു പരസ്യ ബോർഡ് ഉണ്ടായിരുന്നു, BMHന്റെ, അതായത് ബേബി മെമ്മോറിയത്തിന്റെ ഒരു പരസ്യ ബോർഡ്. അതിനെ വളരെയധികം ശക്തമായിട്ട് എതിർത്ത് അതിന്റെ റിസൾട്ടും കിട്ടി. ഇതിന് പ്രവർത്തിച്ച എല്ലാവർക്കും മനസ്സിൽ തട്ടിയ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. ഇതിന്റെ അധികാരികളായാലും ഇതിന് പ്രവർത്തിച്ച വീഡിയോയിൽ കാണുന്ന ആ വ്യക്തി ആയാലും ആ വ്യക്തി വീഡിയോ എടുക്കുമ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് ബിഗ് സല്യൂട്ട്. ഓക്കെ.